ഗൈസ് ഈ ഡിസ്കിട്ടുള്ള ഫോട്ടോയും വീഡിയോസിന് ശേഷം ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്നു, മെസ്സേജും അതേപോലെ കമന്റ് ബോക്സിലും അതേപോലെ തന്നെ DMൽ അത്യാവശ്യം മെസ്സേജും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അറിയുന്ന ഒരു വാട്സപ്പിൽ മെസ്സേജ് അയച്ചായിരുന്നു എന്നെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ മോജോന്റെ ഡിസ്കിന് നല്ല ഡിമാൻഡ് ഉണ്ട്. പിന്നെ R15 സെറ്റ് ചെയ്യുന്നതാണ് എല്ലാവർക്കും ഒരു കോംപ്ലിക്കേഷൻസ് ഉള്ളത്. അപ്പോൾ ഈ ഡിസ്കിൻ്റെ കേസ് ഞാൻ പറഞ്ഞുതരാം. ഈ ഡിസ്ക് എന്ന് പറയുമ്പോൾ ഇത് ഡിസ്ക് നമ്മൾ കറക്റ്റ് R15 വേണ്ടിയിട്ട് കസ്റ്റം ചെയ്തിട്ടുള്ള ഡിസ്ക്കാണ്. അതായത് മറ്റ് ഡിസ്ക് കട്ട് ചെയ്തിട്ട് ഇതിൽ സെറ്റ് ചെയ്തിട്ടുള്ളതല്ല, ലെയ്ത്ത് വർക്ക് ചെയ്തിട്ടുള്ളതല്ല. ഇത് ഡയറക്റ്റ് ഫിറ്റ് ഡിസ്ക് ആയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലെയ്ത്ത് വർക്കിൻ്റെ ആവശ്യമില്ല. നമുക്ക് വീട്ടിൽ നിങ്ങൾക്ക് നോർമൽ ഒരു ഡിസ്ക് സെറ്റ് ചെയ്യാൻ അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നത്തെ കേസ് പറഞ്ഞാൽ ABSൻ്റെ റിങ്ങിന് പ്രശ്നം വരും എന്നുള്ളതാണ്. നമ്മൾ ABSൻ്റെ ഭാഗത്തേക്ക് ഒരു പ്ലേറ്റോ കാര്യങ്ങളോ ചെയ്യാത്ത കാരണം സെൻസറിൻ്റെ ഭാഗത്തൊരു ഡിസ്റ്റർബൻസ് വരുന്ന രീതിയിലൊരു സംഭവമില്ല. ABS ഫങ്ഷനിലാണ്. ഓക്കെ, ഇതിന് ABS ഇല്ല, ഇത് V2 ആണ്. ഞാൻ ജസ്റ്റ് ഇത് ഒരു ഷോക്ക് വെച്ചിട്ടുള്ളതാണ്. ഇത് R15ൻ്റെ ABS റിങ്ങും അല്ല, അത് R15ൻ്റെ ചെറിയ റിങ്ങാണ് വരുന്നത്. ഓക്കെ, പിന്നെ ഈ ഡിസ്ക് മേടിക്കുമ്പോൾ നമുക്ക് ഈ ഒരു എക്സ്റ്റൻഡർ ക്ലാമ്പും ഇവിടെ വരുന്ന ഒരു സ്പേസറും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ തന്നെ കിട്ടും. ഒക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റികളാണ്. പിന്നെ ഇത് വരുന്നത് ഒരു 4.7 mm ആണ് ഞങ്ങൾ ചെക്ക് ചെയ്ത സമയത്ത് വരുന്നത്. അപ്പോൾ നമ്മൾ ഇനി ചെയ്യേണ്ടത് ഒരു 4.0 mm അല്ലെങ്കിൽ 3.5 കമ്പനി സൈസിലേക്ക് ചെയ്യുള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഒന്ന് ഓടിയൊന്ന് സെറ്റ് ആവണം, അതുവരെ ഒരു ചെറിയ ഫ്രിക്ഷൻ ഉണ്ടാവും. അപ്പോൾ അതെല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്തോളണമെന്നില്ല. അത് കാരണമാണ് ഞാനത് പറയാൻ കാരണം. പിന്നെ ഇതിൻ്റെ പ്രൈസാണ് വലിയൊരു ഇത്, എല്ലാവരും ഇത് ഓവർ പ്രൈസ്ഡ് ആണോ എന്നുള്ളത്. ഇതൊരു വരുന്നത് 4700 റുപ്പീസാണ്, 4700 രൂപ. അപ്പോൾ പിന്നെ പ്ലസ് ഷിപ്പിംഗ് നമ്മൾ ആഡ് ഓൺ ചെയ്യണം. ഇതിലെന്താ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ മറ്റ് ഡിസ്കിന് 2500 2800 ഉള്ളൂ. അത് ക്വാളിറ്റിക്കാണ് ഈ 2500 2800 ഡിഫറൻസ് വരുന്നത് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം. അത് വെച്ചിട്ട് ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ പ്രൈസ് കൂടുതലാണ്. പക്ഷേ അത് മേടിച്ചിട്ട് നമ്മൾ ലെയ്ത്ത് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഈ ഒരു ലെഗ് ഇല്ലേ, സ്റ്റോക്ക് ലെഗ്, ഇത് കട്ട് ചെയ്തതിനു ശേഷം ഇതിലൊരു പ്ലേറ്റ് വയ്ക്കും. ഈ പ്ലേറ്റ് വെച്ചിട്ട് അത് അതിൽ സ്ക്രൂ ചെയ്തതിനു ശേഷം അതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ ഡിസ്ക് സ്ക്രൂ ചെയ്യുന്നത്, നമ്മൾ മേടിച്ച ഡിസ്ക്. പിന്നെ ഈ എക്സെൻട്രർ ക്ലാമ്പിൽ ലെഗൊക്കെ ഉണ്ടാക്കി വരുമ്പോൾ ലെയ്ത്ത് വർക്ക് മാത്രം. എനിക്ക് PMൽ മെസ്സേജ് അയച്ചിട്ടുള്ള ആൾക്കാരെ എനിക്ക് പറഞ്ഞിട്ടുണ്ട്, ഞാൻ സെറ്റ് ചെയ്ത ആൾക്കാരെന്നെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ലെയ്ത്ത് വർക്ക് മാത്രമായിട്ട് ഒരു 7 റുപ്യ 700 8 റുപ്യയുടെ അടുത്തേക്ക് വരേണ്ടി എന്നുള്ളത്. ഇതിൻ്റെ അത് ചെയ്ത് സെറ്റ് ചെയ്താൽ തന്നെ ഡിസ്ക് കൂടാതെ റേറ്റ് ആയിട്ടാണ് പറഞ്ഞത്, ലെയ്ത്ത് വർക്ക് മാത്രം. ഇനി അതിന് ശേഷം നമുക്ക് വണ്ടി ഡെൻറ്റോ ബെൻഡോ ആയി കഴിഞ്ഞാൽ അടുത്ത വീലിൽ ഈ സ്റ്റോറേജ് കട്ടായതാണ്, അത് കാരണമാണ് വീഡിയോ പകുതി ചെയ്തത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് മറ്റു വീലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഡെൻറ്റൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായി വീല് മാറേണ്ട അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഇത് ഫുള്ളായിട്ട് നമ്മൾ അടുത്ത ലെയ്ത്ത് വർക്കും ചെയ്യേണ്ടി വരും. അപ്പോൾ എക്സ്പെൻസ് കൂടുതലാണ്. അപ്പോൾ ഡിസ്ക് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ലെയ്ത്ത് വർക്കും ഡിസ്ക് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഡിസ്ക് മാത്രമാകുമ്പോൾ ഇതിന് റേറ്റ് കൂടുതലാണ്. ലെയ്ത്ത് വർക്കും ഡിസ്ക് വെച്ച് നോക്കുമ്പോൾ ഇതാണ് ചീപ്പർ. മനസ്സിലായോ? പിന്നെ ക്വാളിറ്റിയാണ് എല്ലാവരുടേത്. ക്വാളിറ്റി നല്ല ക്വാളിറ്റി ഉണ്ട്. അത് ഞാൻ ഇത് തരാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒരു 1 മന്തിൻ്റെ മേലെ ഇത് പുറത്തായിരുന്നു, ഇവിടെ എല്ലായിരുന്നു കേട്ടോ, വർക്ക്ഷോപ്പിലായിരുന്നു. അപ്പോൾ എന്നിട്ട് ഇതിനെ തുരുമ്പ് കാര്യങ്ങളൊന്നും വലിയ കാര്യമായിട്ടൊന്നും വന്നിട്ടില്ല. ചെറിയ റെസ്റ്റ്, അത് കമ്പനി ഡിസ്കിൽ വരുന്ന റെസ്റ്റ് ഇല്ലേ, അത്ര റെസ്റ്റ് ആവുന്നുള്ളൂ. കണ്ടോ, അത് ഫുൾ മഴ കൊണ്ടിട്ട്, മഴക്കാലമായിരുന്നു, ഫുള്ള് മഴ കൊണ്ടിട്ട്. അപ്പോൾ അത് കാരണം ആ കാര്യത്തിൽ ഒരു കോംപ്രമൈസ് ഇതില്ല, ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ OG ഡിസ്ക് വരുന്നില്ല. ഓക്കെ, പിന്നെ ഇത്രയും ലെയ്ത്ത് വർക്ക് ചെയ്യേണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. അത് കാരണമാണ് ഞാൻ ഈ ഡിസ്കിലേക്ക് പോയത്. മുന്നേ മോജോനെ ഡിസ്ക് ചെയ്യണം എന്നുള്ള പ്ലാൻ ആയിരുന്നു. വീലിൻ്റെ കട്ടിങ്ങും കാര്യങ്ങളും ലെയ്ത്ത് വർക്കും കാര്യങ്ങളൊക്കെ ആയ കാരണം പിന്നെ എല്ലാവർക്കും ലെയ്ത്തിൽ ഇത് ചെയ്ത് കൊടുക്കും ചെയ്യില്ല. അത് കാരണമാണ് ഞാനത് ഒഴിവാക്കിയത്. അപ്പോൾ അത് നമുക്ക് സെറ്റായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി തോന്നുന്നു, പ്രൈസും ഡീറ്റെയിൽസൊക്കെ. അതായത് നോർമൽ മോജോനെ ഡിസ്കിനെ വെച്ച് നോക്കുമ്പോൾ ഇത് എക്സ്പെൻസീവ് ആണ്. പക്ഷേ ആ ഡിസ്ക് മേടിച്ചിട്ട് നമ്മൾ വീലുമ്പോൾ നമ്മുടെ വണ്ടിയിൽ ചെയ്യുമ്പോൾ വെച്ച് നോക്കുമ്പോൾ ഇത് ചീപ്പറാണ്. അതാണ് അതിൻ്റെ വ്യത്യാസം. പിന്നെ പ്രൈസും ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റയിൽ DM ചെയ്താൽ മതി. അപ്പോൾ ഞാൻ സെറ്റാക്കി തരാം. ഓക്കെ, ബൈ ഗൈസ്.